ഹായ് ഓൾ, ഐ എം അഫ്കർ ഫ്രം എ സ്ക്വയർ ടെക്നോളജീസ്. ഇന്നിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സീരീസ് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. ഏതൊരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഈസി ആയി പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിൻടാക്സ്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും നമുക്ക് പൈത്തൺ അപ്ലൈ ചെയ്യാൻ പറ്റും. വെബ് ഡെവലപ്മെന്റ് ചെയ്യാം, ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം, എ ആൻഡ് ഓട്ടോമേഷൻ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. Hi all, welcome to A Square Technologies. So let's begin Python beginner course. What is a programming language? എന്തായിരിക്കും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ലൈക്ക് നമ്മളൊരു മെഷീനോട് കൊടുക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയാം. നമ്മളൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു മെഷീനിന് പ്രൊവൈഡ് ചെയ്യാണ്. ഒരു വേരിയസ് ഒരു സെറ്റ് ഓഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോമൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ചെയ്യാം, വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, മൊബൈൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേരിയസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെൽ ദം വാട്ട് ടു ഡു. ഇതിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് C++, ജാവ, പൈത്തൺ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ ആണ്. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ സിൻടാക്സ് ആണ് വരുന്നത്. ലൈക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മുടെ പൈത്തൻ്റെ സിൻടാക്സസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആണ്. ദെൻ വേഴ്സറ്റൈൽ ആണ്. നമുക്ക് ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല പൈത്തൺ എന്ന് പറയുന്നത്. ലൈക്ക് ഇത് വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, ഡാറ്റ സയൻസിന്, ഓട്ടോമേഷൻസിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ദെൻ ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് പൈത്തണിനുണ്ട്. ലോട്ട്സ് ഓഫ് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ഇൻ യൂട്യൂബ്. അതുപോലെ ലൈബ്രറീസ് ഉണ്ട്. ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് പല ഡെവലപ്പേഴ്സും ഇതിൻ്റെ പല പല ഫങ്ഷൻസും മോഡ്യൂൾസും പാക്കേജസും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈബ്രറീസ് ലൈക്ക് പാണ്ടാസ്, നംപൈ, അങ്ങനെ കുറേ ലൈബ്രറീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് മീൻസ് നമുക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. ലൈക്ക് ഡയറക്റ്റ് നമുക്ക് പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നിന്ന് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോഡിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ വേണ്ട പർപ്പസിനനുസരിച്ച് അതിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം, മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പൈത്തൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാളേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഗൂഗിൾ കൊളാബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും കോഡെല്ലാം നമ്മൾ റൺ ചെയ്ത് പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ ജസ്റ്റ് ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവുക. താഴെ നിങ്ങൾക്ക് ന്യൂ നോട്ട്ബുക്ക് എന്നുള്ളൊരു ബട്ടൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പൈത്തൺ നോട്ട്ബുക്ക് ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഡ് എഡിറ്റർ പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് പൈത്തൺ ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസ് എല്ലാം കോൾ ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ സെൽ ബൈ സെൽ ആയിട്ടായിരിക്കും നമ്മൾ കോഡെല്ലാം റൺ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഔട്ട്പുട്ട് ആ സെല്ലിന് താഴെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കി പഠിക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ പൈത്തൺ പ്രോഗ്രാം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് ഞാനിവിടെ കോൾ ചെയ്തിരിക്കുന്നത്. ഇൻബിൽട്ട് ആയിട്ട് പൈത്തണിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് ഈ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻ്റ് യൂസ് ചെയ്തിട്ട് ഹലോ വേൾഡ് എന്നുള്ളൊരു സ്ട്രിങ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് മീൻസ് ഒരു ക്യാരക്ടറാണ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ
ഡബിൾ കോട്ട് അല്ലെങ്കിൽ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ടിനകത്ത് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് ഞാൻ ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ കാണാം. അപ്പോൾ പൈത്തണിനകത്ത് നമുക്ക് കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സെമിക്കോളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഒരു കോഡ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പൈത്തൻ്റെ സിൻറ്റാക്സ് അത്ര സിമ്പിളാണ്. ഇനി പൈത്തണിനകത്ത് ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്തെടുത്താലും അവിടെ ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു നെയിമാണ്. നമ്മൾ വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിന് കൊടുക്കുന്ന നെയിംസ് ആണ് ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ നെയിം, അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ നെയിം, മൊഡ്യൂളുടെ നെയിം, അങ്ങനെ എന്തിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെല്ലാം കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് ചുമ്മാ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഐഡൻറ്റിഫയർ നെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൂൾസ് എന്ന് പറയുന്നത്, ഐഡൻറ്റിഫയേഴ്സിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്മോൾ ലെറ്റർ A to Z ക്യാരക്ടർ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A to Z ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആയിട്ട് 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡൻറ്റിഫയേഴ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡൻറ്റിഫയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ. ഒരു ലെറ്ററിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് തരാം. അപ്പോൾ ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ. അത് ക്യാപിറ്റൽ ലെറ്റർ ആവാം, സ്മോൾ ലെറ്റർ ആവാം. ആൻഡ് പൈത്തൺ ഈസ് കേസ് സെൻസിറ്റീവ്. പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു നെയിം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൈ വേരിയബിൾ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ലെറ്റർ ചേഞ്ച് ആയി കഴിഞ്ഞാലും അത് വേറൊരു വേരിയബിൾ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതുപോലെ പൈത്തണിനകത്ത് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. റിസർവ്ഡ് വേർഡ്സ് മീൻസ് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. അതിനൊരു പർപ്പസ് ഉണ്ട്. ആ ഒരു നെയിമിന് ഒരു പർപ്പസ് ഉണ്ടാവും ഒരു പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പിൻ്റെ നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റിസർവ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളതിനെ നമ്മൾ കീവേഡ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള നെയിം വെച്ച് നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇഫ്, എൽസ്, ഫോർ, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് എന്ന് പറയുന്നത് ഓൾറെഡി റിസർവ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസിങ്, ഇവിടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് സ്പേസിങ് കൊടുക്കാൻ പറ്റില്ല. ലൈക്ക് നമ്മളൊരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് ഒരു സിംഗിൾ വേർഡ് ആയിരിക്കണം. ഇൻ കേസ് നമുക്ക് ഒരു സ്പേസ് അവിടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം വേണം. നമ്മൾ കുറച്ചും കൂടെ കോഡ് റീഡബിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം വേണം നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ. ലൈക്ക് ഒരു നമ്പർ ഡിക്ലെയർ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നം എന്നുള്ള നെയിം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരാളുടെ നെയിം ആണെങ്കിൽ നെയിം എന്നുള്ളൊരു വേരിയബിൾ നെയിം നമുക്ക് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് നെയിം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കോഡ് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഇനി സിംഗിൾ ലെറ്റർ ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ലൈക്ക് XYZ, ABC, അങ്ങനെയുള്ള സിംഗിൾ ലെറ്റർ ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് അവിടെ ഒഴിവാക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര മീനിങ് ഫുൾ അല്ല. നമുക്കത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതത്ര അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. വേറൊരു പ്രോഗ്രാമർ അത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോഗ്രാം മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അതിന് പകരം നമ്മൾ കുറച്ചും കൂടി കോഡ് റീഡബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള നെയിമുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് സിംഗിൾ ലെറ്റേഴ്സൊക്കെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക ലൂപ്പുകൾ കൺട്രോൾ ചെയ്യാൻ, ലൂപ്പ് കൗണ്ടേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ മാത്തമാറ്റിക്കൽ വേരിയബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ A+B അങ്ങനെയൊക്കെയുള്ള വേരിയബിൾസൊക്കെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ വേരിയബിൾസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഡാറ്റ ടൈപ്പ് ഇൻ പൈത്തൺ. പൈത്തണിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നതിനെ
മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക് ടൈപ്പ്. ന്യൂമറിക് ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്പേഴ്സ് ലൈക്ക് 1 2 3 അല്ലെങ്കിൽ 1.5 2.3 അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇൻറ്റിജർ വരുന്നുണ്ട്, ഫ്ലോട്ട് വരുന്നുണ്ട്. ഇൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഹോൾ നമ്പേഴ്സ് 1 2 3 നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഇൻറ്റിജേഴ്സിനകത്ത് വരിക. ഇനി ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് 1.5 6.3 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ വരുന്നതിന് നമ്മൾ ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇനി ടെക്സ്റ്റ് ടൈപ്പിൽ വരുന്നതാണ് സ്ട്രിങ്. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, നമ്മൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ടിനകത്തായിരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്യാരക്ടർ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഈ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിങ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കില്ല, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്യുക. ഇനി സീക്വൻസ് ടൈപ്പിൽ വരുമ്പോഴാണ് നമുക്ക് വരുന്നത് ലിസ്റ്റ് ടപ്പിൾ. ലിസ്റ്റ് ടപ്പിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നുണ്ടെങ്കിലും ചെറിയൊരു ഡിഫറൻസ് അവിടെ ഉണ്ട്. ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഡാറ്റ ആയിരിക്കില്ല അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, സീക്വൻസ് ഓഫ് ഡാറ്റ ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പിൽ വരുന്ന ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും നമ്മളത് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. ഇനി ടപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റൗണ്ട് ബ്രാക്കറ്റിലായിരിക്കും. ടപ്പിളിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ലൈക്ക് നമ്മളത് വൺസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടപ്പിളിനകത്തുള്ള ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പോൾ റൗണ്ട് ബ്രാക്കറ്റിലായിരിക്കും നമ്മൾ ടപ്പിളിനകത്തുള്ള വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അവിടെ. ഇനി മാപ്പിംഗ് ടൈപ്പിൽ വരുമ്പോഴാണ് ഡിക്ഷണറി എന്നുള്ള ഡാറ്റ ടൈപ്പ് വരുന്നത്. ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിക്ഷണറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സെറ്റ് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലൈക്ക് നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കവിടെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. ബട്ട് അതെല്ലാം ഡ്യൂപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്താലും ഒരു തവണയായിട്ടായിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഇനി ബൂളിയൻ ടൈപ്പിൽ വരുമ്പോൾ ബൂൾ എന്നുള്ള ഫംഗ്ഷൻ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അവിടെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. അപ്പോൾ യെസ് ഓർ നോ അല്ലെങ്കിൽ 0 and 1 എന്നുള്ള ഡാറ്റ ടൈപ്പ് മാത്രമായിരിക്കും ബൂളിയനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഇനി ബൈനറി ടൈപ്പിൽ വരുന്ന സമയത്ത് ഒരു ബൈനറി ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഒരു ബൈറ്റ് ഡാറ്റ ടൈപ്പിൽ അല്ലെങ്കിൽ ബൈറ്റ് സ്റ്റോറേജ് സിസ്റ്റത്തിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബൈനറി ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നൺ ടൈപ്പ് നമുക്ക് ഇതിനേത് അല്ല ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് നമുക്ക് ഒരു ഡാറ്റ ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നൺ ടൈപ്പിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അവിടെ സ്റ്റോറേജ് സ്പേസ് ഒന്നും അധികം യൂട്ടിലൈസ് ചെയ്യില്ല. നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, പിന്നീട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കോഡിങ് ഏരിയ അവിടെ ഒരു സെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കോഡുകൾ എൻ്റർ ചെയ്ത് ഇവിടെ റൺ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ എ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമ്മളൊരു ഐഡൻറ്റിഫയർ ആണ് അല്ലേ. അപ്പോൾ എ എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇതൊരു വേരിയബിളാണ്, ഇതിനകത്തോട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പൈത്തണിനകത്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ഡാറ്റയാണോ അസൈൻ ചെയ്യുന്നത് ആ ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കും അവിടെ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് 40 എന്നുള്ളൊരു വാല്യൂ എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് എ എന്നുള്ള വേരിയബിളിനെയാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത്. അതൊരു ക്യാരക്ടർ അല്ല, ഞാൻ വേരിയബിളിനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അവിടെ സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എ എന്നുള്ള വേരിയബിളിനകത്ത് 40 എന്നുള്ളൊരു വാല്യൂവിനെ ഞാൻ അസൈൻ ചെയ്തു, എന്നിട്ട് പ്രിൻറ്റ് എ എന്ന് കൊടുത്തു. അപ്പോൾ എ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ടാവുക. ഓക്കെ, 40 എന്നുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈപ്പ് ഓഫ് എ ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് അവിടെ കാണാം ഇൻറ്റിജർ എന്നുള്ളൊരു ക്ലാസ്സിലാണ് അവിടെ സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പോൾ
എ എന്നുള്ള വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ 40.9 എന്ന് കൊടുത്തു. 40.9 എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു വാല്യൂ ആണല്ലോ. അപ്പോൾ അതൊരു ഫ്ലോട്ട് ആയിരിക്കും ഡാറ്റ ടൈപ്പ് വരുന്നുണ്ടാവുക. ഇത് റൺ ചെയ്താലും ഫ്ലോട്ട് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഇൻറ്റിജർ ആണ് അല്ലെങ്കിൽ ഫ്ലോട്ട് ആണ് എന്നുള്ളത്. ബട്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ പൈത്തൺ അത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് അവിടെ എവിടെയും മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊരു സ്ട്രിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 40.9 എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സിംഗിൾ കോട്ടിലാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിലായിരിക്കും സ്റ്റോർ ആവുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സീക്വൻസ് ടൈപ്പിൽ ലിസ്റ്റ്, ടപ്പിൾ അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പ് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സെൽ എടുക്കുകയാണ്. ഇപ്പോൾ ബി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ എടുക്കുകയാണ്. ബിക്കകത്തോട്ട് ഞാൻ എന്ത് ചെയ്യണം, ലിസ്റ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എം ടി ലിസ്റ്റാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കാം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ലിസ്റ്റ് ഡാറ്റ ടൈപ്പിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ മിക്സഡ് ടൈപ്പ് ഓഫ് ഡാറ്റയൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ലൈക്ക് 5.7 ദെൻ ട്രൂ അങ്ങനെയൊക്കെയുള്ള ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ എല്ലാ ഡാറ്റയും അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പ് അല്ല നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയത്. ഇൻറ്റിജർ കൊടുത്തിട്ടുണ്ട്, സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ബൂളിയൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫ്ലോട്ടും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റാണ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റിന് പകരം ഞാനിവിടെ റൗണ്ട് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ടപ്പിളായിട്ടാണ് ഡാറ്റ സ്റ്റോർ ആവുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലിസ്റ്റും ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ? ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂട്ടബിൾ ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ വരുന്ന വാല്യൂവിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബട്ട് ടപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് ഞാനിപ്പോൾ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു വാല്യൂ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് എടുത്തു. ഈ ലിസ്റ്റിനകത്തെ ഞാനിവിടെ ബി ഓഫ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ 0, 1, 2, 3 എന്നാണ് ഇൻഡെക്സ് വാല്യൂസ് പറയുക. അപ്പോൾ 0, 1, 2, 6 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം, 90 എന്നുള്ളൊരു വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, പ്രിൻറ്റ് ബി. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം 60 അവിടെ ചേഞ്ച് ആയിട്ട് 90 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മ്യൂട്ടബിൾ ആണ്, നമ്മൾ ലിസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് അവിടെ മ്യൂട്ടബിൾ ആണ്. ഇനി സെയിം തിങ് ഞാൻ ഇവിടെ ടപ്പിളിനകത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ടപ്പിളാക്കി ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ടൈപ്പ് എറർ വരുന്നുണ്ട്. ടൈപ്പ് എറർ വരാനുള്ള കാരണം ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അപ്പോൾ ഒരു ഐറ്റം അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു വാല്യൂവിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ടപ്പിളിനില്ല. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിക്ഷണറി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ DIC = ഇവിടെ കേളി ബ്രാക്കറ്റിലാണ് ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. കേളി ബ്രാക്കറ്റാണ് ഡിക്ഷണറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ID എന്നുള്ളൊരു കീ എടുക്കുകയാണ്. ദെൻ ID എന്ന് പറയുമ്പോൾ ഒരു ID അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ നെയിം എന്നുള്ളൊരു കീ കൊടുത്തു. ദെൻ അതിന് വേണ്ട ഒരു വാല്യൂ ഞാനവിടെ എൻ്റർ ചെയ്തു. ഇനി പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്താൽ നമുക്ക് കാണാം ID എന്നുള്ളൊരു കീ ഉണ്ട്, അതിന് വേണ്ട വാല്യൂ ഉണ്ട്. നെയിം എന്നുള്ള കീ ഉണ്ട്, അതിന് വേണ്ട വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കീ മാത്രമായിട്ട് ഡിക്ഷണറി ഓഫ് ID എന്ന് പറഞ്ഞ് ഞാനിവിടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ID എന്നുള്ള കീക്കകത്ത് വരുന്ന വാല്യൂ മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നെയിമാണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെയിം എന്നുള്ള കീക്കകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിക്ഷണറി നമ്മൾ ഡിക്ലെയർ ചെയ്ത് അതിനെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ഷണറിക്കകത്ത് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും.
അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് സെറ്റ് വണ്ണം അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 2 3 4 ലൈക്ക് ആ ഒരു നമ്പേഴ്സ് കൊടുത്ത നമ്പേഴ്സ് എല്ലാം അവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. പക്ഷേ സെറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ഇൻസേർട്ട് ചെയ്ത വാല്യൂ പിന്നീട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അത് ഡ്യൂപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യും. ഇപ്പം ഞാൻ 3 എന്നുള്ളത് ഒന്നുകൂടെ അവിടെ എൻ്റർ ചെയ്തു, എന്നിട്ടൊന്ന് റൺ ചെയ്താൽ എനിക്ക് ആ രണ്ടാമത് എൻ്റർ ചെയ്ത 3 അവിടെ കാണാൻ പറ്റില്ല. കാരണം 3 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ഡാറ്റ ടൈപ്പിൽ കവർ ചെയ്യുന്നുള്ളൂ. വേറെയും കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ സെറ്റിനും ഡിക്ഷണറിക്കും ലിസ്റ്റിനും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള ഡാറ്റ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ബി ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് ഞാനൊരു വാല്യൂ അവിടെ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ട്രൂ എന്ന് പറയുന്നത് ആക്ച്വലി 1 അല്ലേ, 1 അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുമ്പോൾ 0 ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബൂളിയനിലാണ് അവിടെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഞാൻ സ്മോൾ ലെറ്റർ ടി ആണ് അവിടെ കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ബൂളിയൻ ആവില്ല. കാരണം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ മാത്രമേ അവിടെ ബൂളിയനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. കാരണം പൈത്തൺ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്, ഇപ്പോൾ ക്യാപിറ്റൽ ടി ആണ് എന്നുണ്ടെങ്കിലായിരിക്കും അവിടെ ട്രൂ എന്നുള്ളൊരു വാല്യൂ ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ യൂസ് ചെയ്യുന്നത്. ഇനി ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂവിനെ ഇപ്പോൾ ഈക്വൽ ടു ബൈറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിലാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടറിന് മുന്നിൽ ബി എന്നുള്ളൊരു ലെറ്റർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതൊരു ബൈറ്റ്സ് ഡാറ്റ ടൈപ്പിലായിരിക്കും സ്റ്റോർ ആവുന്നുണ്ടാവുക. ഇനി അടുത്തത് നൺ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സി ഈക്വൽ ടു നൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. നൺ എന്നുള്ള ഒരു ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുക. ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ പോലെ. പിന്നീട് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു വേരിയബിൾ നെയിം വേണം. ആ വേരിയബിൾ നെയിം ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നൺ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സി ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്യണം, സി മാറ്റിയിട്ട് സിക്കകത്ത് 44 എന്നുള്ള വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ടും ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡാറ്റ ടൈപ്പ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആദ്യം അത് നൺ ടൈപ്പ് ആയിരുന്നു, പിന്നീട് അത് ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഡാറ്റ ടൈപ്പിൽ, പൈത്തണിനകത്ത് ഡാറ്റ ടൈപ്പിൽ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ. അടുത്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അതിനകത്ത് വരുന്നതാണ് ഇഫ് എൽസ്, എലിഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രം ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്നതാണ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, അത് ട്രൂ ആണ് ഔട്ട്പുട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്യാം. അപ്പോൾ അത് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിലോ ആ ഒരു കോഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്യണം. ഇനി അത് തെറ്റാണ് അല്ലെങ്കിൽ ഫാൾസ് ആണ് ആ ഒരു കണ്ടീഷൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇഫ് എൽസ് യൂസ് ചെയ്യുക. ഇനി മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ് എലിഫ് എൽസ് ആണ് യൂസ് ചെയ്യുക. ഇനി നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അതിനകത്ത് ആ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് അടുത്തൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ വരുന്ന നെസ്റ്റഡ് ഇഫിനെയാണ്, അങ്ങനെ വരുന്ന കോഡിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുക. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ പുതിയൊരു കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പുതിയൊരു സെല്ല് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇഫിനകത്ത് ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് നമ്മൾ ഇഫ് എന്ന് കൊടുക്കും, ദെൻ നമ്മളൊരു കണ്ടീഷൻ അവിടെ കൊടുക്കണം. കണ്ടീഷൻ കൊടുത്ത് ഫുൾ കോളം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ബ്ലോക്ക് ഓഫ് കോഡ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് നമ്മളൊരു ഇഫ് കൊടുക്കുന്നു, കണ്ടീഷൻ, ദെൻ അതിനകത്ത് നമ്മൾ വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ, ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്.
നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുക്കുകയാണ്. അതിനകത്ത് 18 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 നമ്മൾ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണ് എന്നുണ്ടെങ്കിൽ 18 എബോവ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാണ്, യു ആർ എലിജിബിൾ ടു വോട്ട്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് വരാം യു ആർ എലിജിബിൾ ടു വോട്ട് എന്നായിരിക്കും. കാരണം ഏജ് 18 ആണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇൻഡൻറ്റേഷൻ ഗ്യാപ്പ്, ഒരു ടാബ് സ്പേസ് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഇത് ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് എന്നുള്ളതാണ്. ഇതിന് അണ്ടറിൽ, ഈ ഒരു ടാബ് സ്പേസിൽ വരുന്ന താഴെയുള്ള കോഡുകളെല്ലാം ഈ ഒരു ബ്ലോക്കിന് അണ്ടറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് റൺ ആവും. ഇനിയിപ്പോൾ ഇതൊരു 15 ആയിരുന്നു എന്ന് വെക്കുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും വരില്ല, കാരണം ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് അവിടെ സ്കിപ്പ് ചെയ്യും. ഇനി അടുത്തത് ഇഫ് എൽസ്. ഇഫ് എന്ന് കൊടുത്തിട്ട് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ റൺ ആവുക. ഇനി ഇത് ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എൽസ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ എൽസ് ബ്ലോക്കിലുള്ളതായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ എന്തായി? ഇത് ഫാൾസ് ആയി. ഫാൾസ് ആവുന്ന കേസിൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും അവിടെ റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇഫ് എലിഫ് എൽസ്. ഇഫ് എലിഫ് എൽസ് യൂസ് ചെയ്യുക നമ്മളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നാണ് കൊടുത്തത്. ഇനി അടുത്തത് എലിഫ് എന്ന് കൊടുത്തിട്ട് എനിക്ക് അടുത്ത ബ്ലോക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അങ്ങനെ സോ ഓൺ നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഫ് എലിഫ് എൽസ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ എടുക്കുകയാണ്. ദെൻ ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, ഇങ്ങനൊരു കണ്ടീഷൻ ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 90 എബോവ് ആണ്, 90 എബോവ് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രേഡ് എ എന്നുള്ള മെസ്സേജ് എനിക്ക് പ്രിൻ്റ് ആവണം. ഇനി ബിലോ 90 ആണ്, അങ്ങനെയാണെങ്കിൽ എബോവ് 80 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് ബി എന്ന് വേണം. ഇനി അടുത്തത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 70 ആണ് എന്നുണ്ടെങ്കിൽ ഗ്രേഡ് സി എന്ന് വരണം. അപ്പോൾ ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കേസ് 90 ആണോ, 90 എബോവ് ആണോ, ദെൻ അടുത്തത് 80 എബോവ് ആണോ, അടുത്തത് 70 എബോവ് ആണോ. അപ്പോൾ ഇത് ഫാൾസ് ആണെങ്കിൽ മാത്രമേ അടുത്തയിലോട്ട് പോവുള്ളൂ. ദെൻ അത് ഫാൾസ് ആണെങ്കിൽ അടുത്തയിലോട്ട് പോവുള്ളൂ. ഇനി നമുക്കൊരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ, ഇതല്ലാത്ത കേസിൽ നമുക്ക് ഗ്രേഡ് ഡി എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവസാനം ഒരു എൽസ് ബ്ലോക്കും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ 75 ആണ്. 75 എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണ്. അപ്പോൾ നമുക്ക് ഗ്രേഡ് സി എന്നാണ് വന്നത്. ഇനി ഇവിടെ 85 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് ബി എന്ന് വരും. ഇനി 95 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്രേഡ് എ എന്ന് വരും. ഇനി അതല്ലാത്ത കേസിൽ ഒരു 60 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രേഡ് ഡി എന്നായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് എൽസ് വർക്ക് ചെയ്യുന്നത്. ഇനി നെസ്റ്റഡ് ഇഫ് ആണ് എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഏജ് ഈക്വൽ ടു 18 എന്ന് കൊടുക്കുന്നു. ദെൻ സിറ്റിസൺ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇതിനകത്ത് ഞാനൊരു അടുത്തൊരു ബ്ലോക്ക് ഓഫ് കോഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ചെക്ക് ചെയ്യണം ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് അവിടെ റൺ ചെയ്യും. ആ ബ്ലോക്കിനകത്ത് ഞാൻ അടുത്തൊരു ഇഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഒരു ഇഫിനകത്ത് ബ്ലോക്കിൽ അടുത്തൊരു ഇഫ്. അപ്പോൾ ഇഫ് സിറ്റിസൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ. ഇനി ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ആ ഒരു റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ആയിട്ടില്ല. അപ്പോൾ എൽസ് ബ്ലോക്ക് ആയിരിക്കും അവിടെ റൺ ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് 18 ആണ്, ട്രൂ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും അവിടെ വരിക. അപ്പോൾ ഇങ്ങനെയാണ്
നെസ്റ്റഡ് ഇഫ് വർക്ക് ചെയ്യുന്നത്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന സമയത്ത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നതാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. വൈൽ ലൂപ്പ് ആണെന്നുണ്ടെങ്കിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരേ കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലിസ്റ്റിനെ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റേഞ്ച് വെച്ചിട്ടാണ്, റേഞ്ച് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തണിനകത്ത്, അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 1 2 3 4 5 ഇങ്ങനെ നമ്പേഴ്സ് പ്രിൻ്റ് ആവണം. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് കൊടുത്തതിന് ശേഷം, ഈ റേഞ്ച് എന്നുള്ളത് ഫംഗ്ഷനാണ്, ദെൻ ഫോർ ഐ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച്, റേഞ്ച് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കണം ആൻഡ് എൻഡിങ് വാല്യൂ കൊടുക്കണം. ഞാൻ 1,6 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ഇങ്ങനെ 3 ഇൻപുട്ടാണ് റേഞ്ച് ഫംഗ്ഷനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് ഞാനിവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്തു, ദെൻ 6 എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് വാല്യൂ ആയിട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ്, നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇനി കോമ കൊടുത്ത് അടുത്തൊരു വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് 1,6 എന്ന് കൊടുത്ത് ഫുൾ കോളൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഐൻ്റെ വാല്യൂ ഫ്രം 1 to 6 വരെ ഇവിടെ ലൂപ്പ് ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് 1 ആയിരിക്കും അവിടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 5 ദെൻ 6 ആവുന്ന സമയത്ത് അവിടെ സ്കിപ്പ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ലൂപ്പിനകത്ത് ഞാൻ ഐനെ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ഐ 1 മുതൽ 6 വരെ അവിടെ ലൂപ്പ് ചെയ്യും. ഓരോ ലൂപ്പിലും വരുന്ന കാര്യം ഞാൻ എന്ത് ചെയ്യണം, അതിനകത്ത് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രിങ്ങിലും അപ്ലൈ ചെയ്യാം. സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ട്രിങ് എടുക്കുകയാണ്. സ്ട്രിങ് 1 ഈക്വൽ ടു പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ട്രിങ് എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഫോർ ഐ ഇൻ സ്ട്രിങ് 1 പ്രിന്റ് ഐ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ സ്ട്രിങ് 1 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിനകത്ത് 0 1 2 3 4 5 അങ്ങനെ ഉള്ള PYTHON എന്ന് പറയുന്ന ഓരോ ലെറ്റേഴ്സ് ആയിട്ട് അവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ ഫോർ ഐ ഇൻ സ്ട്രിങ് 1 എന്ന് പറയുമ്പോൾ പി അവിടെ വന്നു, പി അവിടെ ഐനകത്ത് എടുത്തു, ദെൻ പ്രിന്റ് ചെയ്തു. അടുത്ത ലൂപ്പിൽ അടുത്ത ലെറ്റർ, അങ്ങനെ സോൺ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ലെറ്റേഴ്സ് അവിടെ ലൂപ്പ് ചെയ്യും. ഓരോ ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും ഓരോ ലൂപ്പിൽ ഐൻ്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പ്. ഇപ്പോൾ എനിക്ക് പ്രിന്റ് ഒരു ഹലോ എന്നുള്ളൊരു വേർഡ് എനിക്ക് 5 ടൈംസ് പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, എത്ര തവണയാണോ ഇതിനെ ലൂപ്പ് ചെയ്യേണ്ടത് അത്രയും തവണ ഉള്ള റേഞ്ച് അവിടെ കൊടുക്കുന്നു. ദെൻ പ്രിന്റ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ അവിടെ, ഒരു ടെക്സ്റ്റ് അവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 5 ടൈംസ് ആണ് അവിടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ 5 ടൈംസ് എനിക്ക് ഒരേ കാര്യം അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എത്ര തവണയാണോ ചെയ്യേണ്ടത് അത്ര തവണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇതേപോലൊരു വർക്കിംഗ് തന്നെയാണ് നമ്മുടെ വൈൽ ലൂപ്പിനും വരുന്നത്. വൈൽ ലൂപ്പിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷൻ കൊടുക്കാം. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലെല്ലാം അവിടെ ലൂപ്പിംഗ് ചെയ്യും. ഓക്കെ, ആ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോഴായിരിക്കും ആ ലൂപ്പിനകത്ത് നിന്ന് എക്സിറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് പോലെയല്ല വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കാര്യമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഫോർ ലൂപ്പിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് വാല്യൂ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എൻഡ് ആവുന്ന സമയത്ത് ആ ഫോർ ലൂപ്പിനകത്ത് നിന്ന് എക്സിറ്റ് ആവും. പക്ഷേ വൈൽ ലൂപ്പിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മളൊരു കണ്ടീഷൻ അവിടെ കൊടുക്കുന്നുണ്ടാവും. ആ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ ആ ഒരു ലൂപ്പിനകത്ത് നിന്ന് എക്സിറ്റ് ആവുന്നുള്ളൂ. ഇനി അത് ഫാൾസ് ആവുന്നില്ല എന്നുള്ള കേസ് വരുന്ന സമയത്ത് ആ ലൂപ്പ് ഇൻഫൈനൈറ്റ് ആയിട്ട് അവിടെ വർക്കാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഞാനിവിടെ എടുക്കുകയാണ്, 1 എന്ന് പറഞ്ഞ്. ദെൻ വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, കൗണ്ട് എന്നുള്ള വേരിയബിളിനകത്തെ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. ഓക്കെ, അല്ല കൗണ്ട് പ്രിന്റ് ആവണം. ഓക്കെ, ഇനി അടുത്തത് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്തിനാ, അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ആ ഇൻഫൈനൈറ്റ് ആയിട്ട് ആ ഒരു കണ്ടീഷൻ ഇങ്ങനെ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്, അടുത്തയിലോട്ട് പോകും.
ദെൻ ആ ഒരു കണ്ടീഷൻ ഒരിക്കലും അവിടെ ഫാൾസ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ചെക്ക് ചെയ്യും. അത് എപ്പോഴും ട്രൂ ആയിരിക്കും. ആ ഒരു ലൂപ്പിനകത്തൊന്നും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അവിടെ ഫാൾസ് ആവണം. ആ ഒരു കണ്ടീഷൻ ഫാൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഓരോ ലൂപ്പ് വരുമ്പോഴും കൗണ്ടിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു കേസ് എത്തുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവും. ആ ഫാൾസ് ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു ലൂപ്പിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് റൺ ചെയ്താൽ ആദ്യത്തെ കേസിൽ കൗണ്ട് 1 ആണ്, കൗണ്ട് പ്രിൻറ്റ് ചെയ്തു. അടുത്തതിൽ 1 ഇൻക്രിമെൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. ദെൻ ആ ലൂപ്പ് 5 വരെ അവിടെ കണ്ടിന്യൂ ചെയ്തു. 6 ആവുന്ന കേസിൽ ഇത് ഫാൾസ് ആയി. അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ലൂപ്പുകൾ കൊടുക്കുന്നുണ്ടാവും. ലൈക്ക് ഫോർ ലൂപ്പിനകത്ത് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ റൺ ചെയ്യുന്നുണ്ട്, വൈൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ആ കംപ്ലീറ്റ് ലൂപ്പ് നമുക്ക് റൺ ചെയ്യേണ്ട ആവശ്യം വരില്ല. അവിടെ നിന്ന് പകുതിക്ക് വെച്ച് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ലൈക്ക് അവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഐൻ്റെ വാല്യൂ 4 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട, ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് എന്നുള്ളത് കൊടുക്കും. ഇനി ഒരു ലൂപ്പ് മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്നുള്ളൊരു കേസ് ആ ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യണം, ലൈക്ക് ആ ഒരു ലൂപ്പ് എറർ ഒന്നും തരാതെ ജസ്റ്റ് പ്ലേസ് ഹോൾഡർ മാത്രമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ് എന്നുള്ള ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോർ ഐ ഇൻ റേഞ്ച് ഞാൻ 1 to 6 വരെ ലൂപ്പ് ചെയ്യാണ്. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 2 3 4 അപ് ടു 5 വരെ വരും. 6 ആവുന്ന സമയത്ത് അവിടെ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ എനിക്ക് ഐ ഈക്വൽ ടു 3 ആവുന്ന കേസിൽ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇഫ് ഐ ഈക്വൽ ടു 3 ദെൻ അതിനകത്ത് ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്താൽ 1 വന്നു, 2 വന്നു, ഐ ഈക്വൽ ടു 3 ആവുന്ന കേസിൽ ഈ ഒരു ലൂപ്പ് ബ്രേക്കായി. ഓക്കെ, അപ്പോൾ 3 മുതൽ അവിടെ കണ്ടിന്യൂ ചെയ്തില്ല. ആ ഒരു ലൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ കണ്ടിന്യൂ ആയിരുന്നു ഞാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ആയിരുന്നു കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, 1 വന്നു, 2 വന്നു, 3 ആവുന്ന കേസിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാനിവിടെ കണ്ടിന്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ലൂപ്പ് മാത്രം അവിടെ നിന്ന് എക്സിറ്റായി. എന്നിട്ട് അടുത്ത ലൂപ്പ് മുതൽ അവിടെ കണ്ടിന്യൂ ചെയ്തു. ഇതിനാണ് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി പാസ് എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് ആയിരിക്കും നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ ഐ ഇൻ റേഞ്ച് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. ദെൻ ഈ ലൂപ്പിനകത്ത് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ തൽക്കാലത്തിന് കൊടുക്കാനില്ല. ലൈക്ക് എനിക്കൊരു പ്ലേസ് ഹോൾഡർ വേണം. ഓക്കെ, ഒന്നും ചെയ്യാതെ ഉള്ളൊരു പ്ലേസ് ഹോൾഡർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പാസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പാസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന, ഇപ്പം ഞാൻ പാസ് കൊടുക്കാതെ വരുന്നുള്ള എറർ, ഇപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ കാരണം എന്താ, ഇൻഡൻറ്റേഷനാണ് എറർ. കാരണം ഇവിടെ ഒരു ടാപ്പ് സ്പേസ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ലൂപ്പിനകത്തോട്ട് കയറുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു എറർ വരും. ആ എറർ നമുക്ക് തൽക്കാലത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു പാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് പാസ് എന്ന് അവിടെ ഞാൻ കൊടുത്തപ്പോൾ ആ ഫോർ ലൂപ്പ് വർക്കായില്ല, പകരം എന്തായി, അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ റണ്ണായി. അപ്പോൾ ഇതിനാണ് നമ്മൾ പാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. സോ നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് പൈത്തണിൽ നമുക്ക് കാൽക്കുലേഷൻസിനും അതുപോലെ കമ്പാരിസൺസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ്, ബിറ്റ് വൈസ്, മെമ്പർഷിപ്പ്, ഐഡൻറ്റിറ്റി, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് അത് നമുക്കറിയാവുന്നതായിരിക്കും. ലൈക്ക് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോ ഡിവിഷൻ, എക്സ്പൊണൻഷ്യൽ, മോഡുലസ്, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ്. ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വാല്യൂവിനെ ആഡ് ചെയ്യാൻ, മൈനസ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ലൈക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിൻ്റ് ഇപ്പോൾ a equal to 10 ആൻഡ് b equal to 20. എനിക്കിപ്പോൾ എക്കകത്തുള്ള വാല്യൂം ബിക്കകത്തുള്ള വാല്യൂം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും.
അപ്പോൾ ഇത് റൺ ചെയ്താൽ 30 എന്നുള്ള ഔട്ട്പുട്ട് വരും. ഇനി മൈനസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബി മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇനി ഇത് സെയിം തിങ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം കഴിഞ്ഞാൽ എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് ഫ്ലോ ഡിവിഷനും അതുപോലെ എക്സ്പോണൻഷ്യലും മോഡുലസും. ഫ്ലോ ഡിവിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എ ഫ്ലോ ഡിവിഷൻ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0 ആണ് കിട്ടുന്നത്. മീൻസ് എക്കകത്ത് ഉള്ള വാല്യൂ ഇപ്പോൾ 10 ആണ്, ബിക്കകത്ത് 20 ആണ്. 10 ഡിവൈഡഡ് ബൈ 20 എത്ര തവണ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 100 ഡിവൈഡ് ബൈ 20 ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 ടൈംസ് എനിക്ക് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100ൽ 20 5 ടൈംസ് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ദെൻ ഞാനിവിടെ എക്സ്പോണൻഷ്യലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10⁻² എന്നുള്ള രീതിക്കായിരിക്കും വരുന്നുണ്ടാവുക. 10ഉം 2 ആണ് ഞാൻ കൊടുക്കുന്നത്. 10⁻², 10 × 10 നമുക്ക് 100 ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ a⁻b അല്ലെങ്കിൽ ഒരു പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എക്സ്പോണൻഷ്യലി യൂസ് ചെയ്യുന്നത്. ഇനി മോഡുലസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 മോഡുലസ് 2 എന്ന് പറയുന്ന സമയത്ത് 10ൽ 2 5 ടൈംസ് അവിടെ ഡിവൈഡ് ആവുന്നുണ്ട്. നമുക്ക് റിമൈൻഡർ ഒന്നും ഔട്ട്പുട്ട് വരുന്നില്ല. ഇപ്പം ഞാനിവിടെ 3 ആണ് കൊടുക്കുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ 10 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 9 വരെ അവിടെ നമുക്ക് ഡിവൈഡ് ആവുന്നുള്ളൂ. ബാക്കി 1 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യാണ്. ഇപ്പോൾ a=10 ആൻഡ് b=15 ഞാൻ എടുക്കുകയാണ്. അപ്പോൾ a=b എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും സെയിം ആണ് അല്ലേ? ഇവിടെ 10ഉം 15ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10ഉം 15ഉം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. ഇപ്പം ഞാൻ എയും ബിയും 10 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൂ എന്നുള്ള ഔട്ട്പുട്ടാണ് വരിക. മീൻസ് എയും ബിയും സെയിം ആണ്. ലൈക്ക് എയും 10 ആണ്, ബിയും 10 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പാരിസൺസിന് രണ്ട് വാല്യൂ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോട്ട് ഈക്വൽ ടു വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് എയും ബിയും സെയിം അല്ല അല്ലേ? സെയിം അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് വരും. സെയിം ആണെന്നുണ്ടെങ്കിൽ ട്രൂ, സെയിം അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ വരും. സെയിം ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് വരും. ഇനി അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് എല്ലാം നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന സമയത്ത് വരുന്നതാണ് ആൻഡ്, ഓർ, ആൻഡ് നോട്ട്. അപ്പോൾ ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡും ഓറും നോട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ a=ട്രൂ ആണെന്ന് വെക്കുക. അപ്പോൾ രണ്ട് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് രണ്ട് കണ്ടീഷനും ട്രൂ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ട്രൂ എന്നുള്ള ഔട്ട്പുട്ട് ആൻഡിൽ നമുക്ക് ഔട്ട്പുട്ട് തരാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണോ, അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ അതിനെ ഫാൾസ് ആക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും ഞാൻ ട്രൂ ആയിട്ട് എടുത്തു. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രിൻറ്റ് എ ആൻഡ് ബി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എയും ട്രൂ, എ എന്നുള്ളൊരു കണ്ടീഷനും ട്രൂ ആണ്, ബി എന്നുള്ള കണ്ടീഷനും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ നമുക്ക് ഔട്ട്പുട്ട് തരാം ട്രൂ എന്നായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഇത് ഫാൾസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യുമ്പോൾ എ ട്രൂ ആണ്, ബി ഫാൾസ് ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമാണ് ആൻഡ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് തരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്, അപ്പോൾ എനിക്ക് ഫാൾസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത കേസ് ഓർ ആണെന്നുണ്ടെങ്കിൽ എ ഓർ ബി ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഓർ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ എന്നുള്ള ഔട്ട്പുട്ട് വരും. ഇനി നോട്ട് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ബി എന്ന് ഞാൻ കൊടുക്കാം. നോട്ട് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഫാൾസ് ആണ്, ലൈക്ക് ഇവിടെ ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും തരാം. അപ്പോൾ നോട്ട് എ എന്ന് പറയുമ്പോൾ ട്രൂ ആണ്, അപ്പോൾ ഫാൾസ് ആയിട്ട് വന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നോട്ട് ഓപ്പറേറ്റർ ഔട്ട്പുട്ട് തരാം. ഇനി അടുത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ a=b, a=10, b=3 അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഈക്വൽ ടു ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കോമ്പൗണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നുള്ളൊരു രീതിക്കാണ് ഇവിടെ ഈ ഒരു ടേംസ് എല്ലാം ഈ ഒരു ഓപ്പറേറ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ a=a + b,
അല്ലെങ്കിൽ എ ഈക്വൽ ടു എ മൈനസ് ബി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ 2 തവണ ഒരേ വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ഈക്വൽ ടു 20 ആൻഡ് ബി ഈക്വൽ ടു 15 ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് ബി ആണ് ഞാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എയുടെ കൂടെ ബീനെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 20 + 15 ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 തവണ എനെ മെൻഷൻ ചെയ്തു. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എ ഈക്വൽ ടു എ പ്ലസ് ഈക്വൽ ടു ബി എന്നാണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻ ചെയ്യുന്നത് എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. അപ്പോഴും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇവിടെ ഞാൻ കമൻ്റാണ് ചെയ്തിരിക്കുന്നത്, അതാണ് മുന്നിൽ ഹാഷ് എന്നുള്ള സിമ്പിൾ വന്നിരിക്കുന്നത്. കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം അവിടെ റൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മളിവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ബിറ്റ് വൈസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ബൈനറി വാല്യൂസിലോട്ട് ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ബൈനറിയിൽ വരുന്ന കാൽക്കുലേഷനാണ്, ബൈനറിയിൽ വരുന്ന ആൻഡ് ഓർ അതുപോലെ എക്സ് ഓർ കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ എ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, ബി ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ആൻഡ് ഓപ്പറേഷൻ, ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ആൻഡ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക 1 ആണ്. അതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു 5ൻ്റെ ഇക്വലൻറ്റ് ബൈനറി എന്ന് പറയുന്നത് 101 ആണ് ആൻഡ് 3യുടെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 011 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിറ്റ് വൈസ് ഓപ്പറേഷൻ ഇപ്പോൾ 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വരിക ആൻഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് 1 ആയിരിക്കും അല്ലേ. ഇനി 0-1 എന്ന് പറയുമ്പോൾ ഒന്ന് ഫാൾസും ഒന്ന് ട്രൂ ആണ്. അപ്പോൾ ഈ 2 കേസിലും 0-0 ആയിരിക്കും. ദെൻ ലാസ്റ്റ് കേസിൽ 1 ആയിരിക്കും. അപ്പോൾ 0-0-1 എന്ന് പറയുമ്പോൾ ബൈനറിയിൽ 1 ആണ്. അതാണ് നമുക്കിവിടെ 1 എന്നുള്ള ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇനി ഓറാണ് ഞാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പൈപ്പ് സിമ്പിളാണ് യൂസ് ചെയ്യുക. കീബോർഡിൽ നമ്മുടെ എൻ്ററിന് മുകളിൽ ഉള്ള ഒരു പൈപ്പ് സിമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്താലും നമുക്ക് 7 ആണ് കിട്ടുക. പൈപ്പ് സിമ്പിൾ ഓറാണ് നമ്മളവിടെ മീൻ ചെയ്യുന്നത്. ഓറാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-1 ആവുന്ന കേസിൽ 1 ആയിരിക്കും, 0-1 ആവുന്ന കേസിലും 1 ആയിരിക്കും, 1-0 ആവുന്ന കേസിലും 1 ആയിരിക്കും. 1-1-1 എന്ന് പറയുന്നത് ഇൻറ്റിജറിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി XOR ആണ് എന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുക. അപ്പോൾ XOR ആണെന്നുണ്ടെങ്കിൽ സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 0യും ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ 1-1 എന്ന് പറയുമ്പോൾ 0 ആയി, 0-1 എന്ന് പറയുമ്പോൾ 1ഉം 1-0 എന്ന് പറയുമ്പോൾ 1ഉം. അപ്പോൾ 1-1-0 എന്ന് പറയുമ്പോൾ 6 ആണ് ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഇനി മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് എടുക്കാം. ഇപ്പം ഞാൻ ലിസ്റ്റ് 1 ഈക്വൽ ടു ഇപ്പം ഞാൻ ഇങ്ങനൊരു ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ഇങ്ങനൊരു ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ഇങ്ങനൊരു ലിസ്റ്റ് എടുക്കുന്നു. അതിനകത്ത് പ്രിൻ്റ് ആപ്പിൾ ഇൻ ലിസ്റ്റ് 1. ഓക്കെ, ലിസ്റ്റ് 1 എന്ന് കൊടുത്ത് ഞാനിത് റൺ ചെയ്താൽ ആപ്പിൾ എന്നുള്ളൊരു വേർഡ് ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് വരും. ഇനി നോട്ട് ഇൻ ആണ് ഞാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫാൾസ് എന്ന് വരിക, കാരണം ആപ്പിൾ അതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഗ്രേപ്സ് ആണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ ഗ്രേപ്സ്. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ട്രൂ എന്നാണ് ഔട്ട്പുട്ട് വരുന്നത്, കാരണം ഗ്രേപ്സ് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിനകത്ത് ഇല്ല. അപ്പോൾ ലിസ്റ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഐഡൻറ്റിറ്റി എന്നുള്ളത് പറയുന്ന സമയത്ത് ഒരു വാല്യൂ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ A ഈക്വൽ ടു 10, 20 എന്ന് പറഞ്ഞ വാല്യൂസ് എടുത്തു, B ഈക്വൽ ടു A എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബിയും എയും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ് ആണെങ്കിൽ എ ഈസ് ബി ആണെങ്കിൽ എയും ബിയും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ട്രൂ, പിന്നെ ദെൻ ഈസ് നോട്ട് ആണ് എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഫാൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഇൻ പൈത്തൺ. പൈത്തണിൽ നമുക്ക് എങ്ങനെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ പൈത്തണിൽ ഇൻബിൽഡ് ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഇൻബിൽഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച്, ഇതുപോലെ പ്രിൻ്റ്,
നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലൊക്കെ നോക്കിയതുപോലെ പ്രിൻ്റ് അതുപോലെ റേഞ്ച് അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാമാണ് ഇൻബിൽഡ് ഫങ്ഷൻസ്. വിച്ച് മീൻസ് നമ്മളവിടെ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ ഒരു റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതൊന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വർക്കായി. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിനെല്ലാം നമ്മൾ ഇൻബിൽഡ് ഫങ്ഷൻസ് എന്ന് പറയും. ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും ആ ഒരു ഫംഗ്ഷന് ഔട്ട്പുട്ട് തരാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് എന്ന് പറയുന്നത് DEF എന്ന് കൊടുത്തതിന് ശേഷം ഡിഫൈൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതിന് ശേഷം ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നു, ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് കൊടുക്കുന്നു, സെമിക്കോളൻ കൊടുത്ത് അതിനകത്ത് നമുക്ക് ആ ഫംഗ്ഷന് വർക്ക് ആവേണ്ട കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ നെയിം മാത്രം ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. എവിടെയാണോ ആ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് കോൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ നെയിം ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങൾ അവിടെ റൺ ചെയ്യും, എന്നിട്ട് വരുന്ന ഔട്ട്പുട്ട് നമുക്ക് അവിടെ തരും. അപ്പോൾ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് ഒരു 6 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ റിട്ടേൺ ടൈപ്പ് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഇൻപുട്ട് എന്തെങ്കിലും കൊടുക്കാം, ദെൻ ഔട്ട്പുട്ടായിട്ട് എന്തെങ്കിലും ഒരു റിട്ടേൺ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ടൈപ്പും അവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റും നമ്മൾ കൊടുക്കുന്നില്ല, ദെൻ ഒരു ഔട്ട്പുട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നുമില്ല, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഇനി ആർഗ്യുമെൻറ്റ് കൊടുത്ത് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ആ ഫംഗ്ഷനകത്ത് കൊടുക്കാം, ആ ഫംഗ്ഷൻ ഒരു ഔട്ട്പുട്ടും തരുന്നില്ല, ലൈക്ക് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, നോ റിട്ടേൺ. ദെൻ ആർഗ്യുമെൻറ്റ്സ് ഇല്ല, റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ഇനി ആർഗ്യുമെൻറ്റ്സും റിട്ടേൺ ടൈപ്പും ഉള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ദെൻ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ അവിടെ ചൂസ് ചെയ്യുന്നത് പോലെ. ഇനി കീവേഡഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കീവേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. DEF എന്ന് കൊടുത്തു. ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാനവിടെ എൻ്റർ ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ ഗ്രീറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ DEF ഗ്രീറ്റ് എന്ന് കൊടുത്തു, ദെൻ ഫുൾ കോളം കൊടുത്ത് അതിനകത്ത് ഞാനൊരു കോഡ് എൻ്റർ ചെയ്തു. ആ കോഡ് എന്ന് പറയുന്നത് ഹലോ എന്നുള്ള ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഞാൻ താഴെ എന്ത് ചെയ്യാണ്, ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇത് റൺ ചെയ്താൽ ഇവിടെ ഗ്രീറ്റ് എത്ര തവണ ഞാനിവിടെ കോൾ ചെയ്യുന്നു അത്രയും തവണ എനിക്ക് ഹലോ എന്നുള്ള ആ ഒരു മെസ്സേജ് അവിടെ പ്രിൻ്റ് ആവും. അപ്പോൾ ഹലോ ഞാൻ 2 തവണ ഗ്രീറ്റ് എന്ന് കോൾ ചെയ്തു, അപ്പോൾ 2 തവണ സെയിം കോഡ് തന്നെ അവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം കോഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എത്ര തവണയാണോ നമുക്ക് കോൾ ചെയ്യേണ്ടത് അത്രയും തവണ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡ് യൂസബിലിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ സെയിം കോഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കോഡ് ലെങ്ത്ത് അവിടെ ഇൻക്രീസ് ആവുന്നില്ല. ഒരു 100 ലൈൻസ് ഓഫ് കോഡ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡിൻ്റെ ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിട്ടേൺ ടൈപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു വാല്യൂ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടില്ല, അതുപോലെ ഒന്നും റിട്ടേൺ ടൈപ്പ് ആയിട്ട് വന്നിട്ടില്ല. ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ മാത്രമാണ്, അതൊരു റിട്ടേൺ ടൈപ്പ് അല്ല. അപ്പോൾ ഞാനിവിടെ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തൊരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ DEF ഞാൻ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 2 വാല്യൂസ് ഞാനിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്, A, B എന്ന്. ഓക്കെ, അപ്പോൾ എക്കൊരു വാല്യൂ വേണം, ബിക്കൊരു വാല്യൂ വേണം. അപ്പോൾ ഞാൻ A = 10ഉം B = 12 എന്നും കൊടുത്തു. അപ്പോൾ ഈ 2 വാല്യൂ എനിക്ക് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ C = A + B എന്ന് കൊടുത്തു, ദെൻ പ്രിൻറ്റ് C എന്ന് കൊടുത്തു. ദെൻ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ആഡ് എന്നുള്ള ഫംഗ്ഷനകത്തോട്ട് ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ ന്യൂമറിക്കലായിട്ടുള്ള ഇൻറ്റിജർ ഇൻപുട്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 വേരിയബിളിനകത്ത് വാല്യൂസ് പാസ് ചെയ്തു, ആ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ A, B ഞാനിവിടെ A, B പാസ് ചെയ്തു. അപ്പോൾ 10ഉം 12ഉം ആണ്. ആ 10ഉം 12ഉം ഇവിടെ വരും. C = 10 + 12 22 എന്നുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്രിൻറ്റ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, റിട്ടേൺ ടൈപ്പ് ആയിട്ടൊന്നും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ റിട്ടേൺ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ
ഇതേ പ്രോഗ്രാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ a equal to 10, b equal to 12, ദെൻ def ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ ടൈപ്പ് മാത്രം വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു, നോ റിട്ടേൺ ടൈപ്പിൽ നമ്മൾ ഒരെണ്ണം ചെയ്തു. ഇനി ആർഗ്യുമെൻറ്റ്സ് ഇല്ലാതെ റിട്ടേൺ ടൈപ്പ് മാത്രമായിട്ട് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ആഡ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഇവിടെ ഇൻപുട്ടായിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഇൻപുട്ടായിട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഞാനൊന്നും പാസ് ചെയ്തിട്ടില്ല. ഇവിടെ c ഈക്വൽ ടു a പ്ലസ് ബി എന്ന് കൊടുത്തു. ദെൻ റിട്ടേൺ c എന്നുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് റൺ ചെയ്താൽ ഈ എയും ഈ ബിയും ഇവിടെ ആഡ് ചെയ്ത് റിട്ടേൺ c എന്നുള്ള ഔട്ട്പുട്ടിലാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിക്കകത്ത് എന്തുണ്ട്? ഈ ആഡ് ചെയ്ത റിസൾട്ട് ഉണ്ട്. ഈ റിട്ടേൺ ചെയ്തത് എന്ത് ചെയ്യാണ്? നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനിവിടെ സി ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അസൈൻ ചെയ്തതിന് ശേഷം ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കവിടെ വാല്യൂസ് ഒന്നും കിട്ടില്ല. കാരണം എന്താ? അവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. റിട്ടേൺ ടൈപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആഡ് ഫംഗ്ഷൻ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും തരില്ല. ആ ഒരു പ്രോഗ്രാം അതിനകത്തുള്ള റൺ ചെയ്യും എന്നല്ലാതെ ആഡ് ഫംഗ്ഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഔട്ട്പുട്ടും തരില്ല. അപ്പോൾ ഡിക്കകത്ത് നൺ എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, കാരണം അതിനകത്ത് വാല്യൂ ഒന്നുമില്ല. ഇനി ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് റിട്ടേൺ ഉണ്ട്. അപ്പോൾ റിട്ടേൺ സി എന്ന് പറയുമ്പോൾ സിക്കകത്ത് എന്താണോ വാല്യൂ അതായിരിക്കും നമുക്ക് ഈ ഒരു ആഡ് ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് തരാം. ആ റിട്ടേൺ ആയിട്ട് തരുന്നതിന് നമുക്ക് ഇഷ്ടം വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ഡോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഡി ഈക്വൽ ടു ആഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഡിക്കകത്തോട്ട് ആ ഒരു വാല്യൂ സ്റ്റോറായി. അപ്പോൾ പ്രിൻറ്റ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 22 എന്നുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോ റിട്ടേൺ ടൈപ്പ്, നോ ആർഗ്യുമെൻറ്റും വിത്ത് റിട്ടേൺ ടൈപ്പും. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടും ചെയ്യാം, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ റിട്ടേൺ ടൈപ്പായിട്ടും ചെയ്യാം. അപ്പോൾ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ def ഞാനിവിടെ ആഡ് a, b എന്ന് കൊടുത്തു, c ഈക്വൽ ടു a പ്ലസ് ബി കൊടുത്തു, റിട്ടേൺ c എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റും കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ആയിട്ട് c എന്ന് വരുന്ന സമയത്ത് നേരത്തെ കിട്ടിയതുപോലെ തന്നെ 22 എന്നുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റും വിത്ത് റിട്ടേൺ ടൈപ്പും. ഇനി ഡിഫോൾട്ട് പാരാമീറ്റേഴ്സിൽ വരുന്ന സമയത്ത് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ def ഞാൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ നെയിം ഈക്വൽ ടു ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം അവിടെ അസൈൻ ചെയ്യാണ്. അപ്പോൾ നെയിം എന്നുള്ള വേരിയബിൾ ഈക്വൽ ടു ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഒരു സ്ട്രിങ് ഞാനവിടെ നെയിമിനകത്ത്, നെയിം എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രിൻറ്റ് ഞാനിവിടെ ഹലോ എന്ന് കൊടുത്തിട്ട് നെയിം എന്ന് കൊടുത്താൽ, ഇത് റൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡ്, ഇവിടെ ഫുൾ കോളം കൊടുക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയ? ഹലോ ഗസ്റ്റ് എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കാരണം നെയിം എന്നുള്ള ഫംഗ്ഷൻ, നെയിം എന്നുള്ള വേരിയബിൾ, അതിനകത്ത് ഗസ്റ്റ് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രീറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഒരു ഇൻപുട്ടായിട്ട് ഹലോ അഫ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഇൻപുട്ട് ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗസ്റ്റ് എന്നുള്ളത് അവിടെ ചേഞ്ച് ആയിട്ട് അഫ്കർ എന്നുള്ള വാല്യൂ ആണ് അവിടെ സ്റ്റോർ ആയത്. അപ്പോൾ ഹലോ അഫ്കർ എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ അവിടെ അസൈൻ ആവും. അപ്പോൾ നെയിമിനകത്ത് ഗസ്റ്റ് എന്നായിരിക്കും വരുന്നുണ്ടാവുക, ഡിഫോൾട്ട് ആ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെയിമിൻ്റെ അവിടെ ആ ഒരു വാല്യൂ അവിടെ റീപ്ലേസ് ആവും. അപ്പോൾ ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി കീവേഡഡ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. കീവേഡഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ a, b എന്നൊക്കെ കൊടുത്തതുപോലെ നമുക്കൊരു വേരിയബിൾ അവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ആ വേരിയബിളിനകത്തോട്ട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത് പോലെ ഡാറ്റ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള രീതിയിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഞാനിവിടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആർഗ്യുമെൻറ്റ്സിനകത്തോട്ട് ഡയറക്റ്റ് ആ വേരിയബിൾ നെയിം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഫുൾ നെയിം കൊടുക്കുകയാണ്, മുഹമ്മദ് അഫ്കർ എന്ന് ഞാൻ പറഞ്ഞ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മുഹമ്മദ് അഫ്കർ എന്നുള്ള എൻ്റെ ഫുൾ നെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കീവേഡഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഞാനിവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നെയിം ഈക്വൽ ടു മുഹമ്മദ് എന്നും ലാസ്റ്റ് നെയിം ഈക്വൽ ടു അഫ്കർ എന്നും. അപ്പോൾ ഫസ്റ്റ് നെയിമിലോട്ട് ഈ മുഹമ്മദ് വന്നു, ലാസ്റ്റ് നെയിമിലോട്ട് ഈ അഫ്കർ വന്നു. അപ്പോൾ പ്രിൻ്റ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഫുൾ നെയിം ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കീവേഡഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫംഗ്ഷൻസിനകത്ത് കവർ ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി, പൈത്തൺ കോഡിനെ ഇപ്പോൾ മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഫോൾഡർ സ്ട്രക്ചർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഞാനിപ്പോൾ ഒരു 1000 ലൈൻസ് ഓഫ് കോഡ് ഉള്ള ഒരു പ്രോഗ്രാം എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അത്രയും കോഡ് മാനേജ് ചെയ്യുക, ലൈക്ക് 1000 അല്ല, നമ്മൾ റിയൽ വേൾഡിൽ വരുന്ന സമയത്ത് അതിൽ കൂടുതൽ കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വലിയൊരു കോഡ് സ്ട്രക്ചറിനെ നമുക്ക് പാർട്സ് ആയിട്ട്, മൊഡ്യൂൾസ് ആയിട്ട് അതിനെ കീപ്പ് ചെയ്ത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു സിംഗിൾ പൈത്തൺ ഫയലിനെയാണ് നമ്മളൊരു മൊഡ്യൂൾ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷനെ നമുക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു മൊഡ്യൂളായിട്ട് ഒരു സിംഗിൾ പൈത്തൺ ഫയലിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ പൈത്തൺ ഫയലിനെ നമ്മുടെ മെയിൻ ഫയലിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രം ആ ഒരു ഫയൽ നെയിം നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസിന് മാത്രമായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കുറേ മൊഡ്യൂൾസിൻ്റെ ഒരു ഫോൾഡറിനെയാണ്, മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫോൾഡറിനെയാണ് നമ്മൾ പാക്കേജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൾഡർ സ്ട്രക്ചറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മൊഡ്യൂൾസ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യമുള്ള ഫയലിനകത്തോട്ട് നമുക്കിതിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസും ഉണ്ട്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് മൊഡ്യൂൾസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുത്തതിന് ശേഷം ഇമ്പോർട്ട് പാക്കേജ് നെയിം ഡോട്ട് മൊഡ്യൂൾ നെയിം എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊഡ്യൂളിനെ നമ്മുടെ ആ പാക്കേജിനകത്ത് വരുന്ന മൊഡ്യൂളിനെ നമുക്ക് നമ്മുടെ ഫയലിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ പാക്കേജ് നമ്മുടെ ഫയലിനകത്ത് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസിന് മാത്രം ഫ്രം ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ഫങ്ഷൻസ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രം ഇമ്പോർട്ട് മൊഡ്യൂൾസ് ഡോട്ട് മൊഡ്യൂൾ ഇമ്പോർട്ട് ഫംഗ്ഷൻ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫംഗ്ഷന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം ഇമ്പോർട്ട് സ്റ്റാർ എന്നും കൊടുക്കാം. ഇനി അതല്ലാതെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഉണ്ട്, ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസും ഉണ്ട്. ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്ത്, റാൻഡം അങ്ങനെയുള്ള കുറച്ച് ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ട്. അതിന് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഫംഗ്ഷൻസ് ലൈക്ക് നമ്മൾ പ്രിൻറ്റും റേഞ്ചൊക്കെ യൂസ് ചെയ്ത പോലെ നമുക്ക് അതിനകത്തുനിന്നും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബിഗിനറിന് വേണ്ടിയുള്ള ഈ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.